അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമായതും ഞാനും പല സമയം നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതുമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിചയമായ വേദഭാഗമെങ്കിലും നമുക്ക് ആവശ്യമായ ദൂത് ദൈവം നൽകി തരാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിക്കാം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 34, 5-ന്റെ 34. And he said to her, അതായത് യേശു അവളോട് പറഞ്ഞത്, and Jesus said to her, daughter, your faith has made you well. Go in peace and be healed of your affliction. Daughter, your faith has made you well. Go in peace and be healed of your affliction. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകം അത്ഭുതങ്ങൾ ചെയ്തു. അതിലൊരു അത്ഭുതമാണ് ഇത്. 12 വർഷം ഇവളുടെ രോഗവുമായിട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ രോഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും സൗഖ്യമാകണമെന്ന് ആഗ്രഹിച്ച് അവൾക്കുണ്ടായ സകലതയും അവൾ ചെലവഴിച്ചിട്ടും സൗഖ്യം പ്രാപിക്കാത്ത ഒരവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്ത് ഇവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ശബ്ദം യേശുവാൽ സൗഖ്യമാക്കുവാൻ കഴിയും. വചനം വ്യക്തമായിട്ട് പറയുന്നു, 28-ാം വചനത്തിൽ, for she said, if only I may touch his clothes, I shall be made well. അവളോട് പറയുക, അവന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിചാരിച്ചു, അല്ലെങ്കിൽ അവൾ ചിന്തിച്ചു. യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം അവൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൽ കടന്നു വന്നു. ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്ന ഒരു സ്ത്രീയാണ്. യേശു ക്രിസ്തുവിന്റെ അത്ഭുതത്തെ കണ്ട് അത്ഭുതത്തിന്റെ പങ്കാളികളായ ശിഷ്യന്മാർക്ക് അക്കാലത്തിൽ ഇരുന്ന വിശ്വാസത്തെക്കാളും ഈ സ്ത്രീക്ക് യേശുക്രിസ്തുവിന്റെ മേലുള്ള വിശ്വാസം കൂടുതലാണ്. കാരണം അവൾ യേശു ക്രിസ്തുവിൽ നിന്ന് ഇതിനു മുമ്പ് സൗഖ്യം പ്രാപിച്ചിട്ടില്ല, ഇതിനു മുമ്പ് യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തി അവൾ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവൾ കേൾക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട മാത്രത്തിൽ തന്നെ അവളുടെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം ഉടലെടുത്ത് അവൾ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്തിൽ തിരൾക്കൂട്ടമായ ജനം ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ അവൾ യേശു ക്രിസ്തുവിനെ തൊടുവാൻ വേണ്ടി അവൾ ഹൃദയത്തിൽ തീരുമാനിച്ച് അവൾ കടന്നു വന്ന് യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ട് അവൾ എന്ത് ചിന്തിച്ചു അല്ലെങ്കിൽ അവൾ എന്ത് വിശ്വസിച്ചു അതുപോലെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അവളുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ചു. കാരണം യേശു ക്രിസ്തുവിനെ അതിനു മുമ്പ് അനേകർ തൊടുന്നുണ്ട്, എന്നാൽ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവൾ എപ്പോൾ തൊട്ടോ അപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് സൗഖ്യം കിട്ടി. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് 30-ാമത്തെ വചനത്തിൽ, and Jesus immediately knowing in himself that the power had gone out of him, he turned around in the crowd and said, who touched my clothes? യേശു വ്യക്തമായി ചോദിക്കുക, ഇവൾ ആഗ്രഹിച്ചു വന്നതും അതാ, യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും. അപ്പോ അതുപോലെ തന്നെ ഇവൾ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടു. യേശു ക്രിസ്തു ചോദിക്കുന്നതും അതാ, എന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടതാ. who touched my clothes? എന്റെ വസ്ത്രം തൊട്ടതായിരുന്നു. ഇവളുടെ ആഗ്രഹം അതായിരുന്നു. അതല്ലേ നമ്മൾ വായിച്ചത്, when she heard about Jesus, 27, she came behind him in the crowd and touched his garments. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ ഓരം തൊട്ടു. 28 അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്, for she said, if only I may touch his clothes, I shall be made well. യേശുവിനെ തൊട്ടാലല്ല, യേശുവിന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ അവൾ കടന്നു വന്നത്. അതുപോലെ തന്നെ അവൾ യേശുവിന്റെ വസ്ത്രം തൊട്ടു. യേശു തിരിച്ചു പറയും, എന്റെ വസ്ത്രം തൊട്ടതാ.
യേശുവിന്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യം പ്രാപിച്ച ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ സെറിമോണിയലി അവൾ അൺക്ലീനാണ്, കാരണം അവളുടെ രോഗം അങ്ങനെയുള്ള ഒരു രോഗമാണ്. എന്നാലും യേശുവിന്റെ മേളിൽ അവൾ വെച്ച വിശ്വാസം ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു വരുവാൻ അവൾക്കൊരു ധൈര്യം നൽകി. ഈ വിശ്വാസമാണ്. ഫിസിക്കലി ഷീ ഈസ് നോട്ട് ഫിറ്റ് ഇനഫ് ടു കം ഔട്ട് ഓഫ് ഹർ ഹോം. ശാരീരികമായിട്ട് അവൾക്ക് ഈ കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് യേശുവെ തൊടുവാനുള്ള ആരോഗ്യമില്ലെന്ന് വെച്ചാലും അവൾക്കകത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അവളെ ഈ കൂട്ടത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന് യേശുവിനെ തൊടുവാൻ അവൾക്ക് ബലം നൽകി. ശാരീരികമായിട്ട് നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും വർഷങ്ങളായിട്ട് നമ്മെ ബന്ധിച്ചിരിക്കുന്ന ചില വിഷയങ്ങളാണെങ്കിലും നമുക്കകത്ത് വിശ്വാസം ഉടലെടുക്കുമെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ശരീരങ്ങളെ ബലപ്പെടുത്തും. ഇവിടെ വിശ്വാസമാണ് ക്രിയ ചെയ്യുന്നത്. ഇവൾ കടന്നുപോയി, അനേകരടുത്ത് കടന്നുപോയി, വൈദ്യന്മാരുടെ അടുത്താണ് കടന്നുപോയി. വൈദ്യന്മാർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, എന്നാലും ഇവൾക്ക് ഒരു സൗഖ്യം ഇവൾ പ്രാപിച്ചില്ല. അതായത് കാശ് കൊടുത്തിട്ടും വൈദ്യന്മാർക്ക് ഇവളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വിശ്വാസം, ഇവൾ വേറെ ഒന്നും കൊടുത്തില്ല. ഷീ ഹാസ് നോട്ട് ഇൻവെസ്റ്റഡ് എനിത്തിങ് ബട്ട് ഹെർ ഫെയ്ത്ത്. അവൾ കേട്ട വിശ്വാസം അവളെ യേശുവിലേക്ക് കടന്നു വരുവാൻ അവൾക്ക് ബലം നൽകി. ആ വിശ്വാസം അവൾക്ക് സൗഖ്യം കൊടുത്തു. അപ്പോ നമുക്കറിയാം ആ സൗഖ്യത്തിന്റെ ആ പ്രോസസ്സൊക്കെ നമുക്കറിയാം. നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നവർ. അപ്പോൾ ഈ സൗഖ്യമെല്ലാം കഴിഞ്ഞിട്ട് യേശു ചോദിക്കുന്നു, എന്നെ തൊട്ടതാ? ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, ഈ തിരക്കിന്റെ ഇടയ്ക്ക് ആരാ നിന്നെ തൊട്ടതെന്ന് എങ്ങനെ ചോദിക്കാം യേശു എന്നൊക്കെ ചോദിക്കുമ്പോൾ യേശു പറഞ്ഞില്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അനേകർ തൊട്ടു, പക്ഷെ അവർക്കകത്തൊന്നും എൻ്റെ ശക്തി പുറപ്പെട്ടിട്ടില്ല. പക്ഷെ വിശ്വാസത്തോട് എന്നെ ഒരാൾ തൊട്ടിട്ടുണ്ട്. അവൾക്കകത്ത് അല്ലെങ്കിൽ ആ വ്യക്തിക്കകത്ത് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കണം, യേശുവിനെ വിശ്വാസത്തോട് വെറുതെ തൊടുന്നത് അല്ലെങ്കിൽ വെറുതെ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണവും കടന്നു വരുവാൻ വകയില്ല. വിശ്വാസത്തോട് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, വിശ്വാസത്തോട് ദൈവത്തെ നമ്മൾ തൊട്ടാൽ തീർച്ചയായിട്ടും ദൈവശക്തി ഏതിന്റെ അടിസ്ഥാനത്തിൽ? നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ അപ്രോച്ച് ചെയ്യുമെങ്കിൽ, നമ്മൾ വിശ്വാസത്തോട് ദൈവത്തെ തൊട്ടാൽ ദൈവത്തിൽ നിന്ന് ശക്തി നമുക്കകത്ത് കടന്നു വരും. അങ്ങനെ ഈ സഹോദരിക്കകത്ത് ദൈവശക്തി കടന്നു വന്നത്, ആ ദൈവത്തിന്റെ സൗഖ്യം കടന്നു വന്ന് അവൾ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ച ഈ സ്ത്രീ അങ്ങനെ തന്നെ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച് കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ യേശു അവളെ അങ്ങനെ തന്നെ അയച്ചു വിടുവാൻ റെഡിയല്ലായിരുന്നു. കാരണം ഇവൾക്ക് ഇപ്പൊ സൗഖ്യം കിട്ടി, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ശക്തി അവൾക്ക് സൗഖ്യം കൊടുത്ത് സൗഖ്യത്തോടെ അവൾ തിരിച്ചു പോകാമായിരുന്നു. എന്നാൽ യേശു സ്റ്റോപ്പ് ചെയ്തവൾ. യേശു പോകുന്ന വഴിയാണ് സംഭവിക്കുന്നത്. യേശുവിന്റെ യാത്രയിൽ യേശു നിന്നിട്ട് തിരിഞ്ഞു നോക്കി ചോദിക്കുന്ന, ആരാ എന്നെ തൊട്ടത്? കാരണം യേശുവിനെ തൊട്ടത്, അതായത് ഈ വലിയ കൂട്ടത്തിന്റെ ഇടയ്ക്ക് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടേണ്ട രീതിയിലുള്ള ഒരു തൊടൽ അല്ലെങ്കിൽ ഒരു ടച്ച് ആരോ യേശുവിനെ ചെയ്തിട്ടുണ്ട്. യേശു തൊട്ടതല്ല, യേശുവിനെ തൊട്ടത്. അപ്പൊ ആ വ്യക്തിയെ കാണുവാൻ യേശു ആഗ്രഹിക്കുന്നു. കാരണം ഈ വെറുതെ ഒരു ശാരീരികമായ സൗഖ്യത്തോട് അവർ മടങ്ങിപ്പോകുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുവോടെ ആരാ എന്നെ തൊട്ടതെന്ന് യേശു ചോദിക്കുന്നു. യേശു ചോദിച്ചത്, അവൾ വന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം 33 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ഇംഗ്ലീഷില്, but the woman fearing and trembling, knowing what had happened to her, came and fell down before him and told him the whole truth. ഭയത്തോടും വിറയലോടും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് അവളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളെയും അവൾ പറയുക. ആദ്യമായിട്ട് യേശുവെ കാണുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചർച്ചിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ യേശുവിന്റെ അടുത്ത സകല കാര്യങ്ങളെയും അവൾ പറയും. അത്രയ്ക്കും യേശുവിനെ അവൾ വിശ്വസിച്ചു. നമ്മൾ അങ്ങനെ പെട്ടെന്ന് ആരെയും വിശ്വസിക്കത്തില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങൾ നമ്മൾ പറയാറില്ല.
എന്നാൽ യേശുവിനെ ആദ്യമായിട്ട് കാണുന്ന ഈ സ്ത്രീ യേശുവിന്റെ അടുത്ത് സകല കാര്യങ്ങളും അങ്ങ് പറയുക. കാരണം അത്രയ്ക്കും യേശുവിനെ അവൾ വിശ്വസിച്ചു. ഈ സ്ത്രീയെ യേശു വെറുതെ ഒരു ശാരീരികമായ ഒരു സൗഖ്യം കൊടുത്ത് അയക്കുവാൻ റെഡിയല്ല. കാരണം 12 വർഷമായിട്ടാ ഇവൾ ഈ രോഗത്തോട് പോരാടിയിരിക്കുന്നു. ഈ രോഗമുഖാന്തരം അവൾ കൊണ്ടായ സകലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇമോഷണലി she was torn apart because of this physical disease. ശാരീരികമായ ഈ രോഗമുഖാന്തരം അവൾ ഇമോഷണലായിട്ട് ഒത്തിരി തകർക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. എന്നാലും യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ആ യേശുവിൽ വിശ്വാസം വെച്ച് അവൾ കടന്നു വന്നു. എന്നെ സൗഖ്യമാക്കുവാൻ യേശുവാൽ കഴിയുമോ? അപ്പൊ യേശു വെറും ഒരു ശാരീരികമായ സൗഖ്യം കൊടുത്ത് മാത്രമല്ല അവളെ അയച്ചത്, ഈ കൂട്ടത്തിന്റെ മധ്യത്തിൽ അവളെ വിളിച്ചു നിർത്തുക. പുറകിൽ യേശുവിനെ തൊട്ട സ്ത്രീയെ യേശുവിന്റെ മുമ്പാകെ നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഡോട്ടർ, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ രോഗത്തിൽ നിന്ന് മാത്രം സൗഖ്യം പ്രാപിക്കുന്നതല്ല, ടോട്ടാലിറ്റി, ഹോളിസ്റ്റിക് ആയ ഒരു ഹീലിംഗ്. കാരണം ശാരീരികമായിട്ട് നമ്മൾ സൗഖ്യം പ്രാപിച്ചാലും ശാരീരികമായിട്ട് നമുക്ക് വന്ന ഈ രോഗം മാനസികമായിട്ട് നമുക്ക് വളരെ അധികം പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരും. പലപ്പോഴും നമ്മൾ ഫിസിക്കൽ ഹീലിംഗിലൂടെ ദൈവശക്തി അളക്കുന്നവരാണ്. എന്നാൽ ദൈവം വെറുതെ ഒരു ഫിസിക്കൽ ഹീലിംഗ് മാത്രം തരുന്ന ദൈവമല്ല. ദൈവം നമ്മെ ഇമോഷണലായി ഹീൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. നമ്മുടെ ആത്മീയ ജീവിതത്തിനും വെറുതെ ഒരു ലോകപ്രകാരമായ അല്ലെങ്കിൽ ശാരീരികമായ ഒരു വിടുതൽ മാത്രം നൽകി നമ്മെ അയക്കുന്ന ദൈവമല്ല. നമ്മെ മാനുഷികമായി, നമ്മെ ആത്മീയമായി നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇവൾക്ക് ശാരീരികമായ സൗഖ്യം ഇപ്പോൾ അവൾ പ്രാപിച്ചു കഴിഞ്ഞു. പക്ഷെ ദൈവം അവളെ അങ്ങനെയല്ല അയച്ചുവിട്ടത്. ഇവളുടെ മാനുഷികമായിട്ടും ഇവളുടെ ആത്മീയമായിട്ടും സൗഖ്യമാക്കി അയക്കുവാൻ ആഗ്രഹിച്ച ഒരു ദൈവം. ഇത്രയും വലിയ ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ അവളെ ദൈവം എഴുന്നേറ്റ് നിർത്തി. അവളോട് യേശു പറയുക, നിന്റെ വിശ്വാസം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാ, ഡോട്ടർ, യുവർ ഫെയ്ത്ത്, മകളെ. ഇതുവരെയും രോഗിയായിരുന്ന ഒരു സ്ത്രീയാണ്. അതായത് ഈ വചനത്തിൽ തന്നെ നമുക്ക് കാണാം, 5-ാം അധ്യായത്തിൽ തന്നെ അവളെ സ്ത്രീ, അതായത് 25-ാമത്തെ വാക്യം, നൗ എ സർട്ടൻ വുമൺ ഹാഡ് എ ഫ്ലോ ഓഫ് ബ്ലഡ് ഫോർ 12 years. യേശു അവളെ പറയുക ഡോട്ടർ, മകളെ എന്നാ വിളിക്കുന്നത് ഇപ്പോ. കാരണം യേശുവിന്റെ അടുത്ത് കടന്നു വരുമ്പോൾ നമ്മുടെ നിലയ്ക്കൊക്കെ യേശു വ്യത്യാസം വരുത്തുന്നത്. യേശു ഇപ്പൊ അവളെ വിളിക്കുന്നത് മകളെ, നിന്റെ വിശ്വാസം. മകളെ, ഡോട്ടർ. നമ്മൾ എങ്ങനെ യേശുവിന്റെ അടുത്ത് കടന്നു വരുന്നോ അങ്ങനെ തന്നെയല്ല യേശു നമ്മെ തിരിച്ചയക്കുന്നത്. സാധാരണമായ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കടന്നു വന്നാലും യേശു നമ്മെ അവന്റെ മകനായോ അല്ലെങ്കിൽ അവന്റെ മകളാക്കിയോ മാത്രമേ തിരിച്ചയക്കത്തുള്ളൂ. ഇവൾ യേശുവിന്റെ അടുത്താണ് വന്നത്, ശിഷ്യന്മാരുടെ അടുത്തല്ല, വൈദ്യന്മാരുടെ അടുത്ത്. അവരെല്ലാവരും ഇവൾ എങ്ങനെ വന്നോ അതുപോലെ തന്നെ ഇവളെ തിരിച്ചയച്ചു വിട്ടത്. പക്ഷെ യേശുവിന്റെ അടുത്ത് ഇവൾ കടന്നു വന്നപ്പോൾ യേശു അവളെ മകളാക്കി തിരിച്ചയക്കുക, സൗഖ്യമാക്കി തിരിച്ചയക്കുക. ഫിസിക്കലായിട്ടൊരു സൗഖ്യം മാത്രമല്ല, സ്പിരിച്വലായും ഒരു സൗഖ്യം കൊടുത്ത യേശു ക്രിസ്തു അവളെ അയച്ചത്. അതുകൊണ്ട് ഇവൾ പറയുന്നത്, ഡോട്ടർ, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ, ഗോ ഇൻ പീസ്. സമാധാനമില്ലാതെ അവൾ ഇരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇമോഷണലായിട്ട് അവൾ ബ്രോക്കണാണ്. ശാരീരികമായിട്ട് സൗഖ്യം പ്രാപിച്ചു, നല്ലതാ. പക്ഷെ യേശു പറഞ്ഞു, നീ വെറുതെ ശാരീരികമായ സൗഖ്യം മാത്രം പ്രാപിച്ചിട്ട് പോകേണ്ട വ്യക്തിയല്ല. നീ എന്റെ അടുത്ത് കടന്നു വന്നത് വിശ്വാസത്തോടു കൂടെയാ. എന്നിൽ വിശ്വാസം വച്ച് നീ കടന്നു വന്നു, ഞാൻ നിന്നെ ശാരീരികമായ ഒരു സൗഖ്യം തന്നു, ആത്മീയമായ ഒരു സൗഖ്യം തന്നു, ഇമോഷണലായ ഒരു സൗഖ്യം തന്നുമാ ഞാൻ നിന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ വെറുതെ ഒരു ശാരീരികമായ സൗഖ്യം കൊണ്ട് പോകുവാൻ നീ ആഗ്രഹിച്ചു കാണും. പക്ഷെ എന്റെ ആഗ്രഹം അത് മാത്രമല്ല, ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ്, ഒരു പൂർണ്ണമായ സൗഖ്യം. ശാരീരികമായ സൗഖ്യം മാത്രമല്ല, ആത്മീയമായ ഒരു സൗഖ്യവും കൂടെ. കാരണം പലപ്പോഴും നമ്മൾ
ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഭൗതികമായി മാത്രമല്ല, ആത്മീയമായും നമ്മെ സൗഖ്യമാക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഭൗതികമായ സകല നന്മകളും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിത്യതയിലേക്ക് എത്തുവാൻ കഴിയൂ. സോ ദൈവത്തിന്റെ ആഗ്രഹം നമ്മെ ഫിസിക്കലായി, ശാരീരികമായി, ഭൗതികമായി മാത്രം ഹീൽ ചെയ്യുവാനും അനുഗ്രഹിക്കുവാനോ അല്ല, ആത്മീയമായും അനുഗ്രഹിക്കുവാൻ, ആത്മീയമായി നമ്മെ സൗഖ്യമാക്കുവാനും ആഗ്രഹിക്കുന്നത്. ഒരു വാക്കുകൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു അവിടെ ഒരു പാരലിറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നു. അതായത് അവിടെ നമ്മൾ കാണുന്നത് യേശു അവരുടെ വിശ്വാസം കണ്ട്, അതായത് ഈ രോഗിയായി ഈ പാരലിറ്റിക് മാനെ കൊണ്ടുവന്ന ആ കൂട്ടരുടെ വിശ്വാസം കണ്ടിട്ട് അവനെ സൗഖ്യമാക്കുക. അവനെ സൗഖ്യമാക്കുമ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കാം 20-ാമത്തെ വചനത്തിൽ, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, വെൻ ഹി saw their faith, അവരുടെ വിശ്വാസം കണ്ടിട്ട്, he said to him, അതായത് രോഗിയായിരിക്കുന്ന മനുഷ്യനെ നോക്കി പറഞ്ഞ്, man, your sins are forgiven to you, നിന്റെ പാപങ്ങൾ നിനക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കിയെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, your sins are forgiven. കാരണം ഇവന്റെ ശരീരത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന രോഗത്തിന്റെ കാരണം അതാ. സോ ആത്മീയമായ ഒരു സൗഖ്യം മാത്രമേ ഇവന്റെ ശാരീരികമായ ബലഹീനതകൾക്ക് സൗഖ്യം കൊടുക്കുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് യേശു പറയുക, ഈ രണ്ട് വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇവൾ രോഗിയായിട്ട് അനേകം വൈദ്യന്മാരുടെ അടുത്ത് കടന്നുപോയി, അവരെ കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ഇവളെ സൗഖ്യമാക്കും. അവൾ അവരുടെ അടുത്തൊക്കെ പോയതിന്റെ കാരണം ഫിസിക്കലി, അതായത് ഫിസിക്കൽ ഇൽനെസ് അവൾക്ക്. ഇവിടെ ഇപ്പൊ ഈ വ്യക്തിക്ക് ഒരു ഫിസിക്കൽ ഇൽനെസ് ഉണ്ട്, പക്ഷെ അതിന്റെ റീസൺ സ്പിരിച്വലാണ്. അവളുടെ ഫിസിക്കൽ ഇൽനെസ്സിന് കാരണം അവളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയാം. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇവന്റെ ഈ ഫിസിക്കൽ ഇൽനെസ്സിന്, ശാരീരികമായ ഈ രോഗത്തിന് കാരണം ആത്മീയമായ പ്രശ്നം, പാപം. അതങ്ങനെ ഇവിടെ പറഞ്ഞു. യേശു ആദ്യം പറഞ്ഞത്, യുവർ സിൻസ് ആർ ഫോർഗിവൻ, നിന്റെ പാപത്തിൽ നിന്ന് നിന്റെ പാപത്തെ ഞാൻ ക്ഷമിക്കുന്നു. അപ്പൊ ഈ പാപക്ഷമ ഇവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വ്യക്തിക്ക് ശാരീരികമായ സൗഖ്യം വെളിപ്പെടുന്നു. സോ ദൈവം ഈ രണ്ട് തലത്തിലും നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. പലപ്പോഴും നമ്മൾ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഭൗതികമായിട്ടോ ഏതെങ്കിലും ഒരു നന്മ ദൈവം നമുക്ക് നൽകുമെങ്കിൽ അത് നമ്മൾ പ്രാപിച്ചിട്ട് നമ്മൾ കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അങ്ങനെ നമ്മെ കടത്തിവിടുവാൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മെ അയച്ചു വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായി നമ്മൾ വിടുതൽ പ്രാപിക്കണം, ശാരീരികമായി നമ്മൾ വിടുതൽ പ്രാപിക്കണം. ഈ രണ്ട് വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ശാരീരികമായ വിടുതലും അനുഗ്രഹങ്ങളും നമുക്ക് ആവശ്യമാണ്. അതേ സമയത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആത്മീയമായ ഒരു വിടുതൽ, പാപത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് ഭൗതികമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ അത് മതി അവർക്ക് ജീവിക്കുവാൻ. കാരണം അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയുമില്ല. എന്നാൽ ദൈവമക്കളായ നമുക്ക് ആത്മീയമായ അനുഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഭൗതികമായ സകല നന്മകളും വേസ്റ്റാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയെക്കാളും ദൈവം വസിക്കുന്ന സ്വർഗമാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് അനുഗ്രഹങ്ങളും വേണം, ഈ രണ്ട് വിടുതലും വേണം. ആത്മീയമായ വിടുതലും നമുക്ക് വേണം, ശാരീരികമായ വിടുതലും വേണം. അപ്പൊ ഈ സ്ത്രീയെ ദൈവം അവിടെ നിർത്തുമ്പോൾ യൂഷ്വലായിട്ട് ഒരു ക്രൗഡിൽ നമ്മെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി നമ്മളോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോംപ്ലക്സ് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഷി വാസ് ട്രംബ്ലിങ്. സൗഖ്യം പ്രാപിച്ചു, അതെല്ലാം സത്യമായി. എന്നാൽ ഇവൾക്കകത്ത് അയ്യോ പേടിയുണ്ട്. യേശു പറഞ്ഞു, ഗോ ഇൻ പീസ്, സമാധാനത്തോടെ നീ പോകാം. കാരണം ഇതുവരെ നിനക്ക് സമാധാനമില്ല. ഇപ്പോൾ നിനക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം നീ പ്രാപിച്ചു, എല്ലാം സത്യമാ, ശരിയാ. എന്നാൽ രോഗസൗഖ്യം മാത്രം തന്ന് ഞാൻ അയക്കുവാനല്ല,
നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയതയും സകലതയും തിരിച്ച ദൈവം നൽകുവാൻ ദൈവം കൊടുത്തയച്ചത്. അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് സകല നന്മകളും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വെറുതെ ഒരു സൗഖ്യം മാത്രം ദൈവം നമുക്ക് തന്ന് ഇതുകൊണ്ട് ജീവിച്ചോ, ഇത് ദ ഡിസയർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വേറെയാ. നമ്മൾ പലപ്പോഴും ഒരു സൗഖ്യത്തിൽ മാത്രം, അതായത് ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിൽ മാത്രം നമ്മൾ സന്തോഷിക്കുന്നവരാ. നോ, ദൈവം അങ്ങനെയല്ല. കാരണം രോഗം വീണ്ടും വരാം, പ്രയാസങ്ങൾ വീണ്ടും വരാം. എന്നാൽ ദൈവികമായ സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ രോഗത്തെയും മറ്റോ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ ആ സമാധാനം നമുക്ക് മതി. ലാസറിനെ യേശു ഉയർപ്പിച്ചു, സത്യമാണ്. ഉയർപ്പിച്ച ലാസർ ഇന്ന് ജീവിക്കുന്നില്ല. ലാസർ വീണ്ടും മരിച്ചു. അതുകൊണ്ട് കിട്ടിയ സൗഖ്യത്തെ വച്ച് മാത്രം ദൈവത്തെ നമ്മൾ അളക്കുവാൻ ശ്രമിക്കരുത്. ദൈവം വെറും സൗഖ്യദായകനല്ല. അതായത് ദൈവം ഈ ലോകത്തിൽ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നമ്മൾ നന്ദി പറയണം. ദൈവം നൽകുന്ന എല്ലാ സൗഖ്യത്തിനുമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. അതിനുപരിയായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ആത്മീയ സൗഖ്യം അല്ലെങ്കിൽ ആത്മീയ നന്മകളെ കുറിച്ച് വേണം നമ്മൾ പ്രശംസിക്കുവാൻ. പൗലോസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. പൗലോസ് പ്രശംസിക്കുന്നത് എന്തിലാ? ഇൻ ഹിസ് വീക്ക്നെസ്സസ്. ആ വീക്ക്നെസ്സസിനെ കുറിച്ച് ബോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് സന്ധ്യാസമയം നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, യേശു വെറുതെ ഒരു ശാരീരികമായ സൗഖ്യമോ അല്ലെങ്കിൽ ഭൗതികമായ നന്മകളോ മാത്രം നൽകി നമ്മെ അയച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ത്രീ ആഗ്രഹിച്ചത് ഒരു സൗഖ്യം മാത്രം, ശരീരത്തിന്. യേശുവിന്റെ ആഗ്രഹം ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, ഹൃദയത്തിന്റെ ഒരു സമാധാനം. ഇവൾക്ക് രക്ഷ. കാരണം സൗഖ്യം മാത്രം പ്രാപിച്ച് ഇവൾ രക്ഷപ്പെടാതിരുന്നാൽ ഈ സൗഖ്യം കൊണ്ട് ഒരു ഉപയോഗമില്ല. ഇവൾക്ക് രക്ഷ ആവശ്യമാണ്, ഒരു സമാധാനം ആവശ്യമാണ്. ഈ നാളുകളിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? വാട്ട് വി ഡിസയർ ഫ്രം ഗോഡ്. വെറും ഒരു ശാരീരികമായ സൗഖ്യം മാത്രമാണ്. ഒരു ഇൻസിഡന്റ് കൂടെ ഞാൻ പറയട്ടെ. സക്കായുടെ ആഗ്രഹം യേശുവിനെ കാണണം. യേശുവിനെ കുറിച്ച് കേട്ട യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം സക്കായനുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ കാട്ടത്തിയിലേക്ക് കയറി യേശുവിനെ കാണാൻ ശ്രമിച്ചപ്പോൾ യേശുവിന്റെ ആഗ്രഹം അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവന്റെ മുഴു കുടുംബത്തെയും രക്ഷിക്കണമെന്നുള്ളതാണ് യേശുവിന്റെ ആഗ്രഹം. പലപ്പോഴും നമ്മൾ സക്കായിനെ പോലെയൊക്കെയാ, ഈ സ്ത്രീയെ പോലെയൊക്കെയാ. ഒരു സൗഖ്യം മതി. യേശു പറഞ്ഞു, സൗഖ്യം മാത്രമല്ല, രക്ഷ, സമാധാനം എല്ലാം. സക്കായുടെ ആഗ്രഹം യേശുവിനെ കാണണം, വീട്ടിൽ പോകണം. യേശു പറയുക, നോ, എനിക്ക് നിന്നെ കാണണം, നിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരണം. സക്കായുടെ ആഗ്രഹം കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന്. യേശു പറയുന്നത്, ഞാൻ വീട്ടിൽ വരും. ദൈവത്തിന്റെ ആഗ്രഹം അതാ. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്ത് നമ്മെ കുറിച്ച് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. നമ്മൾ പലപ്പോഴും നമ്മൾ അളക്കും ദൈവത്തെ, ഇത്രയും കാര്യം ദൈവം എനിക്ക് ചെയ്തു തന്നാൽ മതി, പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നോ, എല്ലാ കാര്യങ്ങളും ദൈവം ഈ എല്ലാ വിഷയങ്ങളും, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇൻവോൾവ് ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിലെ സകല വിഷയങ്ങളിലും ദൈവം കടന്നു വരുവാൻ ആ സ്പേസ് നമ്മൾ കൊടുക്കണം. Give space to God. സകല കാര്യങ്ങളും ദൈവം ഇടപെടട്ടെ. ഞാൻ പറഞ്ഞു, സ്ത്രീയുടെ ആഗ്രഹം സൗഖ്യം പ്രാപിക്കുവാൻ, വീട്ടിൽ പോകുവാൻ. സഖായിയുടെ ആഗ്രഹം യേശുവിനെ കണ്ടിട്ട് വീട്ടിൽ പോകുവാൻ. യേശുവിന്റെ ആഗ്രഹം, സഖായിയെ, നിന്റെ ആഗ്രഹം എന്നെ കാണുവാൻ. പക്ഷെ എന്റെ ആഗ്രഹം
നിന്നെ കണ്ട് നിന്നെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്ന് നിന്റെ വീട്ടിൽ വസിക്കുവാൻ എൻ്റെ ആഗ്രഹം. നമുക്കറിയാം സക്കായുടെ വീട്ടിൽ രക്ഷ വന്നെന്ന്. അവൻ മാത്രം യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ യേശു അവന്റെ മൊത്തം കുടുംബത്തെ തന്നെ കണ്ടു. ഇതാ ദൈവം ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. വെറും ഭൗതികമായോ ശാരീരികമായോ ഉള്ള നന്മകൾ മാത്രം തന്ന് നമ്മെ അയക്കുവാനല്ല ആഗ്രഹിക്കുന്ന ദൈവം. പൂർണ്ണമായി, ടോട്ടാലിറ്റിയായി, മൊത്തമായിട്ട് നമ്മെയും നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹീതമായി മാറുമെന്നുള്ളതിൽ ഒരു സംശയം. ശാരീരികമായിട്ട് മാത്രമല്ല, ആത്മീയമായിട്ടും അനുഗ്രഹം, ഭൗതികമായിട്ടും അനുഗ്രഹം. ഈ ഒരു പാക്കേജ് തന്നെ മൊത്തം ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യുവാൻ പാടില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളായിട്ട് ലിമിറ്റ് ചെയ്യുവാൻ പോകരുത്. Give God the space to work in our life. ദൈവത്തിന് സ്പേസ് കൊടുക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ ചെറിയതാ, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ വലിയതാ. എന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെറിയതാ, പക്ഷെ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയതാ. ദാവീദ് ഒരിക്കലും ആഗ്രഹിച്ചില്ല ഒരു ദിവസം ഇസ്രായേലിന്റെ രാജാവാകുന്നു. സാധാരണമായ ഒരു വീട്ടിലുള്ള ഒരു ഇടയബാലൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. മിനിമലായിട്ട് ഇസ്രായേൽ രാജ്യത്തിന്റെ പട്ടാളത്തിനകത്ത് പോകുവാൻ പോലും വകയില്ലാതെ സാധാരണ ഒരു ഇടയനായിട്ട് പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം കണ്ടിരിക്കുന്നത് ദാവീദിനെ രാജാവായിട്ട് ഇസ്രായേൽ രാജ്യത്തിൽ വാഴിക്കുവാനാണ്. ദാവീദ് ഒരിക്കലും ആഗ്രഹിച്ച് കാണത്തില്ല. അതാ നമ്മളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അധികമായിട്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. നെവർ ലിമിറ്റ് ഗാഡ്. കാരണം പലപ്പോഴും നമുക്കറിയാം നമ്മൾ ആരാന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മെ അളക്കുന്നത്. പക്ഷെ നമ്മെക്കാളും ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഗിവ് സ്പേസ് ടു ഗാഡ്. കാരണം ദൈവത്തിന് അറിയാം നല്ല ഒരു കുശവന. അവന്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കുമ്പോൾ അവന്റെ ഇഷ്ടമുള്ള പാത്രമായി അവൻ മെനയും. ആ പാത്രമായി നമ്മൾ മാറണം. അത് അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി മാറണം. അതുകൊണ്ട് ഈ നാളുകളെ നമ്മുടെ ഹൃദയങ്ങളോട് നമ്മൾ ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയമാണ്. പക്ഷെ അത് വിട്ടുകളഞ്ഞിട്ട് ദൈവമേ നീ എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഈ സ്ത്രീ വെറും ഒരു സൗഖ്യം ആഗ്രഹിച്ചു. എന്നാൽ ദൈവമോളെ അയച്ചത് വെറും ശാരീരികമായ ഒരു സൗഖ്യത്തോട് മാത്രമല്ല, she received physical and spiritual healing from God. ദൈവത്തിൽ നിന്ന് ആത്മീയമായ സൗഖ്യവും ശാരീരികമായ ഒരു സൗഖ്യവും പ്രാപിച്ചിട്ട് അവൾ മടങ്ങിച്ചു. അടുത്ത് പറഞ്ഞു, ഞാൻ പാരലീറ്റിക് ആയിട്ടിരുന്ന വ്യക്തി, അവന് ആവശ്യം ശാരീരികമായ ഒരു സൗഖ്യമാണ്. എന്നാൽ ദൈവം യേശു ആദ്യമായിട്ട് അവന് നൽകിയത് സ്പിരിച്വൽ ഹീലിംഗ്. ആ സ്പിരിച്വൽ ഹീലിംഗ് അവന് ശാരീരികമായ ഒരു സൗഖ്യം കൊടുത്തത്. അതിന് കാരണം അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു സക്കായുടെ വിഷയം. സക്കായുടെ ആഗ്രഹം യേശുവിനെ കാണുന്നു. എന്നാൽ യേശുവിന്റെ ആഗ്രഹം അവനെ കണ്ട് അവന്റെ വീട്ടിലുള്ള എല്ലാവരെയും യേശുവിനെ കാണണം, അവർക്ക് രക്ഷ നൽകി കൊടുക്കണം. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം മാത്രം പ്രാപിച്ച് കടന്നു ചെല്ലുന്നവരായല്ല, ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പ്രാപിച്ച് മടങ്ങി ചെല്ലുന്നവരായി. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം,
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മടങ്ങി ചെല്ലുന്നവരായല്ല, ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നൽകുന്നവരായി ഈ നാളുകളിൽ ആകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.